സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള തീരുമാനം എടുത്തത് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക്. പാർട്ടി നേതൃത്വം സമവായ നീക്കം അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മറ്റുള്ള നേതാക്കൾ വിഷയം അറിഞ്ഞത്. സമവായ നീക്കം രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും മുഖ്യമന്ത്രി പിൻവാങ്ങാൻ തയ്യാറായില്ല. സെയ്ഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, പാർട്ടി നേതൃത്വം ഒന്നും അറിഞ്ഞില്ല, എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്, മുഖ്യമന്ത്രി തന്നിഷ്ടതയോടെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള ഒരു സമീപനമാണോ ഇപ്പോൾ യോഗത്തിൽ ഉരുതിരിഞ്ഞു വന്നത്? എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC-മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി നടന്നു വന്നത്. സുപ്രീം കോടതി തന്നെ വിഷയത്തിൽ ഇടപെട്ടു. സർക്കാരും ഗവർണറും തമ്മിൽ ഒരു സമവായ നീക്കം നടത്തണമെന്ന് പറഞ്ഞ ചർച്ചകൾ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായി. എന്നിട്ടും സമവായം ഉണ്ടാകാത്തതിനെ തുടർന്ന് സുപ്രീം കോടതി നേരിട്ട് തന്നെ നിയമനം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിയാലോചിച്ച് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ സിസ തോമസിനെയും സജി ഗോപിനാഥിനെയും, ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെയും അതുപോലെ തന്നെ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC-ആയും നിയമിക്കാനുള്ള തീരുമാനമെടുത്ത് അതിൽ ഒപ്പിട്ട് ഗവർണർ അതിൽ വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തു. ഇപ്പോൾ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിവരം, ഈ വിഷയം മുഖ്യമന്ത്രി ഒറ്റക്കെടുത്ത തീരുമാനമാണ്, ഈ സമവായ നീക്കം എന്നുള്ളതാണ്. ഗവർണർ സമവായത്തിന് മുൻകൈയെടുത്തത് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം അത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറയുമ്പോഴാണ് പാർട്ടി അംഗങ്ങൾ ഈ വിഷയം അറിയുന്നത്. എതിർപ്പ് പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നു. പക്ഷേ വഴങ്ങാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറായില്ല. സർക്കാരിന്റെ നിലപാട് ഇതാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ് ചെയ്തത്. VC നിയമനം ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യില്ല സർക്കാരിന് എന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. PM ശ്രീക്ക് സമാനമായ രീതിയിലുള്ള ആക്ഷേപം ഉയരാനുള്ള സാധ്യതകൾ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പ് നൽകി. അത് അപ്പോഴൊന്നും മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത ആരെങ്കിലും മുഖ്യമന്ത്രി അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനും കഴിയുന്നില്ല. രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേതാക്കന്മാർ ഇത് അവസാനിപ്പിച്ചത്. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് പാർട്ടി തീരുമാനം അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനമാണ്, അത് പാർട്ടി നേതൃയോഗത്തെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ എതിർ സ്വരങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കുന്ന രീതിയാണ് ഇവിടെ നടന്നു വന്നത്. പക്ഷേ ഒരു എതിർ സ്വരം മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിനെതിരെ എതിർ സ്വരങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും സെയ്ഫ്, ഇപ്പോൾ CPM-നുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിമർശനം ഇക്കാര്യത്തിൽ ഉയർന്നു. അപ്പോൾ LDF-ന്റെ ഒരു യോഗം വരുമ്പോൾ അവിടെയും സർക്കാർ ഗവർണർക്ക് വഴങ്ങിക്കൊടുത്തു എന്ന തലത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങളൊക്കെ ഒരുപക്ഷെ വരാൻ സാധ്യതയില്ലേ? അപ്പോൾ LDF-ന്റെ ഒരു യോഗം അടുത്ത ദിവസങ്ങളിലൊക്കെ ചേരുമ്പോൾ അവിടെയും വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങൾക്ക് വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നില്ലേ നമുക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. ഈ വിഷയം ഇത് നീണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിസ തോമസിനെ നിയമിക്കാൻ പറ്റില്ല, സാങ്കേതിക സർവകലാശാല VC-ആയി സിസ തോമസിനെ നിയമിക്കാൻ പറ്റില്ല എന്ന കടുത്ത നിലപാട് മന്ത്രി P രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണറെ നേരിട്ട് കണ്ട് തന്നെ അറിയിച്ചിരുന്നു. ബിന്ദുവും ഗവർണറെ നേരിട്ട് തന്നെ അറിയിച്ചിരുന്നു. പക്ഷെ ഗവർണർ അത് ആ നിയമനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അവർ നല്ല ഉദ്യോഗസ്ഥയാണ്, അതുകൊണ്ട് ആ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് താൻ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ഈ രണ്ട് മന്ത്രിമാരും എന്നാൽ പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയെ അറിയിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ സമവായമായിട്ടില്ല. സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ സമവായമായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് തീരുമാനമെടുത്ത് നിയമന നടപടികളുമായി മുന്നോട്ട് പോകും എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഈ സമവായത്തിൽ എത്തിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഇത് സുപ്രീം കോടതിയെ രേഖാമൂലം തന്നെ അറിയിക്കുന്നുണ്ട്, സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന്. അങ്ങനെ സുപ്രീം കോടതി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇതിനകത്തൊരു മുൻകൈ എടുത്തുകൊണ്ട് രാജ്ഭവനിലെത്തി ഏതാണ്ട് 15 മിനിറ്റോളം എടുത്ത് കൂടിയാലോചന നടത്തിയത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി അവിടെ വന്ന് പിന്നീട് തിരികെ പോയി, പിന്നീട് ഒന്നുകൂടി തിരികെ വന്നാണ് ഇതിനകത്തെ തീരുമാനം, സർക്കാരിന്റെ ഈ വഴങ്ങാനുള്ള തീരുമാനം അറിയിച്ചത്. അങ്ങനെയാണ് ആ നിയമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്ന സർക്കാർ പിന്നീട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കുമ്പോൾ അത് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കും എന്ന നേതാക്കൾ തുടർച്ചയായി തന്നെ യോഗത്തിൽ പറഞ്ഞിട്ട് അതിന് വഴങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യം.
തീർച്ചയായിട്ടും സീഫ്, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നോക്കൂ, ശക്തമായ ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ വന്നു. അപ്പോൾ അവിടെയും മുഖ്യമന്ത്രി വഴങ്ങിയിട്ടില്ല. രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയപ്പോൾ പോലും മുഖ്യമന്ത്രി അതിലൊന്നും തന്നെയും വഴങ്ങിയിട്ടില്ല. അപ്പോൾ ഏത് തലത്തിലായിരിക്കും ഇതിനെയും CPM സ്വീകരിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് പാർട്ടി നേതൃത്വം ഒന്നും അറിയാതെ ഒരു തീരുമാനം സർക്കാർ സ്വീകരിക്കുന്നു. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു ക്ഷീണമല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് നേരത്തെ മുതൽ തന്നെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. ഇതിനകത്ത് പാർട്ടി തീരുമാനം എന്നാൽ പിണറായി വിജയന്റെ തീരുമാനമാണ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ തമാശ രൂപേണെങ്കിലും പറഞ്ഞു പോകാറുണ്ട്. മുഖ്യമന്ത്രി ഈ ഇന്റർവ്യൂ മറ്റും നടത്തുമ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് അറിയില്ല, ഇത് ഞാൻ ഏതെങ്കിലും ഒരു പിണറായി വിജയൻ ഒറ്റക്കെടുക്കുന്ന തീരുമാനമല്ല പാർട്ടിയുടെ തീരുമാനം. പാർട്ടി യോഗങ്ങൾ ചേരുമ്പോൾ കൂട്ടായുള്ള തീരുമാനം ഉണ്ടാകും. അങ്ങനെ കൂട്ടായുള്ള തീരുമാനങ്ങളാണ് പാർട്ടിയുടെ തീരുമാനം, അല്ലാതെ വിജയൻ എടുക്കുന്ന തീരുമാനം പാർട്ടി തീരുമാനമല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറയാറുണ്ട്. പക്ഷേ വസ്തുത എന്ത് എന്ന് ഇപ്പോഴും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഈ വിഷയം. അവർ കൃത്യമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള അംഗങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഇത് തിരിച്ചടി ഉണ്ടാക്കും. ഈ ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കുന്നത് ഒന്നാമത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘപരിവാറും CPM-ഉം തമ്മിൽ ധാരണയുണ്ട് എന്നുള്ള പ്രചരണം വലിയ രീതിയിൽ നടക്കുന്നു. ഇതിനിടയ്ക്ക് ഗവർണറുമായി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇടയ്ക്കിടെ ഞങ്ങൾ കാണുന്നതാണ്. അവർ അങ്ങ് ഒത്തുചേർന്ന് പൊക്കോളും എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹാസ രൂപേണെ പറയാറുമുണ്ട്. അങ്ങനെ ഈ ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ള ധ്വനി നിൽക്കുകയും സംഘപരിവാർ CPM-ഉം തമ്മിൽ ഒരു ധാരണയുണ്ട് എന്നുള്ള പ്രചരണം നടക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ സംഭവം കൂടി ഉണ്ടാകുന്നത്. അതായത് ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ തിരിച്ചടി, ആ രാഷ്ട്രീയ തിരിച്ചടിയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നേതാക്കൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. പക്ഷേ മുഖ്യമന്ത്രി സാധാരണഗതിയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തല്ല, അത് പൊളിറ്റിക്കലി പാർട്ടി സെക്രട്ടറിയായിരുന്ന സമയത്തായാലും സർക്കാരിന്റെ ആ സമയത്തായാലും അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ ജീവിത ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു തീരുമാനമാണ് ഇവിടെയും അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇത്രയും പേർ മുന്നറിയിപ്പ് നൽകിയിട്ടും അതിൽ നിന്ന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. അത് സർക്കാരിന്റെ തീരുമാനം ഇതാണ് എന്ന വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് അധികം എതിർപ്പുകൾക്ക് പ്രസക്തിയില്ലായിരുന്നു. കാരണം ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച നിരവധി പേർ അവരെല്ലാവരും ഈ എതിർ സ്വരങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അപ്പോഴൊന്നും മുഖ്യമന്ത്രി അതിന് ചെവിയൊടുക്കുകയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. എന്നതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എതിർ സ്വരം പിണറായി വിജയനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി എന്നുള്ളതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി നമ്മൾ നോക്കിക്കാണണം.